ഒരുപാട് തവണ ശ്രമിക്കും. അദ്ദേഹത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ ആവുകയില്ല. കാരണം മുഞ്ചേറിയ സ്കില്ലുകൾ കൊണ്ട് അദ്ദേഹം മുന്നേറുക തന്നെ ചെയ്യും. പിന്നീട് അവസാനത്തെ ആയുധമായ ആ ആയുധം തന്നെ പുറത്തിറക്കും. മറ്റൊന്നുമല്ല, ഫൗൾ എന്ന ആയുധങ്ങൾ കൊണ്ട് എതിരാളികൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതെ, അതുകൊണ്ട് മാത്രമേ അദ്ദേഹത്തെ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുള്ളൂ. അതെ, ഒരുപാട് തവണ വീഴ്ത്തിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹം മൈതാനത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എത്ര തന്നെ അദ്ദേഹം വീഴ്ത്തപ്പെട്ടാലും പരിക്കുകൾ പറ്റിയാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അതും അതിശക്തമായ കംബാക്കോടുകൂടി തന്നെ. ഇന്നിൽ ഫുട്ബോൾ ഇതിഹാസ പേരുകളിൽ 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്കില്ലുകളുടെ സുൽത്താനായ ആ മഹാനായ മനുഷ്യൻ മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും മൊഞ്ചനുമായ നമ്മുടെ സ്വന്തം നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ.